മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. ഇവിടുത്തെ പ്രശ്നമുണ്ടല്ലോ. എന്നാച്ചു മാമാ? മനസ്സിലായി. ഇല്ല, നിനക്കിപ്പോഴും മുഴുവൻ മനസ്സിലായിട്ടില്ല. எதுக்கு இவ்வளவு யோசிக்கிறீங்க? உங்க பையன் தானே சொன்னாரு உங்களை நல்லா பாத்துக்கணும்னு. ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. அப்புறம் நீங்க இப்படி ஆயிட்டீங்கன்னா எப்படி மாமா? ഒന്ന് പോലെ നീ മനഃശക്തി ഒന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാക്കാൻ പോവാ. உங்களுக்கு என்ன வேணுமோ சொல்லுங்க, நான் எடுத்துட்டு வந்து தரேன். நீங்க கவலைப்படாம இருங்க மாமா. മരണാസനത്തിൽ വരച്ച കോലുകൊണ്ട് എന്റെ നിറയെ വരച്ച എനിക്കിത് വേണം. எதுக்கு கோவப்படுறீங்க? നീ ഇങ്ങനെ സങ്കല്പിച്ച് ഓരോന്നും വിളക്ക പിടിച്ച് സുഖിച്ചിരുന്നോടാ. சரி, ஏதாவது வேணும்னா என்கிட்ட சொல்லுங்க, സാഹചര്യങ്ങൾ நான் கொண்டு வந்து தரேன். சரியா? நான் போயிட்டு வரவா? നീ ഫാഷൻ ചാനൽ കണ്ടിട്ടില്ലോടി? അത് വെച്ച് നോക്കുമ്പോ ഇത് എത്രയോ ഭേദം. ഒന്നുമില്ലേലും മൂടേണ്ടതൊക്കെ മൂടിയിട്ടുണ്ടല്ലോ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. ഞാൻ പോകുന്നു. ബൈ ബൈ.